നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഉറപ്പായി അങ്ങനെ തന്നെ വേണം. വാ, നിങ്ങൾ ഇരിക്കും. നിക്കേ, ആദ്യം ഭാവന ഒന്ന് കാണണം, എന്നിട്ടിരിക്കാം. എന്തു പറ്റി? വല്യമ്മേ, ആദ്യം ആന്റിയുടെ ഇപ്പൊ ചോദിക്കാം, എന്നിട്ട് മതി ഭാവനയോട്. എന്താ സേതു, എന്താ കാര്യം? ജാനകി മറിക്ക്. ജയ, ഉള്ളതുപോലെ പറയണം. ഞങ്ങളിപ്പോ ഒരു കാര്യം അറിഞ്ഞിട്ടാ വരുന്നത്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ശരിക്കും ആരുടേതാ? ഇതുവരെ പറഞ്ഞതും അറിഞ്ഞതും ഒന്നും ഞങ്ങൾക്കറിയണ്ട. ശരിക്കുള്ള ഉത്തരം അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട്. എന്നാ സംശയിക്കണ്ട, സൂര്യയുടെയും ഭാവനയുടെയും കുഞ്ഞ് തന്നെയാ. അപ്പൊ പിന്നെ അന്ന് ഞങ്ങളോട് പറഞ്ഞതോ? ആര് നിങ്ങളോട് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? സൂര്യ പറഞ്ഞോ? അതോ ഭാവന പറഞ്ഞോ? SIയോട് മാനസ പറയുന്നത് ഞങ്ങൾ കേട്ടാണല്ലോ. അല്ലാതെ ഞങ്ങൾ ആരും നിങ്ങളോട് എന്തേലും പറഞ്ഞോ? ഇല്ലല്ലോ. അന്ന് ജാനകിയോട് അകത്തേക്ക് വാ, നമുക്ക് സംസാരിക്കാന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. പക്ഷെ ജാനകി വന്നോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങ് പോയി, ശരിയല്ലേ? പിന്നെ എന്തിനാ മാനസ അന്ന് അങ്ങനെ കള്ളം പറഞ്ഞത്? പിന്നെ പോലീസിനോട് സത്യം പറയണമായിരുന്നോ? മാനസ എന്നും ബുദ്ധിപൂർവം പറഞ്ഞതുകൊണ്ടാ ഈ സംഭവം കേസാക്കാത്തത്. ഇല്ലെങ്കിൽ ഞാനും സൂര്യയും ഭാവനയും ഒക്കെ ഇപ്പൊ പ്രതികളായേനെ. ശരി, ഞങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ മാനസയെ കാണിച്ച ഹോസ്പിറ്റൽ റെക്കോർഡ്സില് മാനസയുടെ ഭർത്താവിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേര് എഴുതിയ എന്തിനാ? ഞങ്ങളിത് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും ആലോചിക്കുന്നത്. ആ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് ഭാമയുടെ കൂടെ പഠിച്ച അവരാണ് ഈ വിവരം ഭാമയോട് പറഞ്ഞത്. അതിലിപ്പോ എന്താ തെറ്റ്? സൂര്യയുടെ കുഞ്ഞിന്റെ അച്ഛന്റെ സ്ഥാനത്ത് പിന്നെ ആരുടെ പേര് എഴുതേണ്ടത്? മറ്റാരുടെയെങ്കിലും പേരെഴുതിയ നാളെ ആ കുഞ്ഞിനെ സൂര്യക്ക് എങ്ങനെ അവകാശപ്പെടാൻ പറ്റും? അപ്പൊ പിന്നെ ഭാവനയ്ക്ക് എന്താണ് സ്ഥാനം? അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്താ മറുപടി പറയേണ്ടത് വിജയപത്മ? എന്താ യാഥാർത്ഥ്യമെന്ന് ആരും പറയാതെ തന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ. മാത്രമല്ല, ഇത് അവര് 3 പേരും കൂടി തീരുമാനിച്ച് ചെയ്തതാ, അല്ലാതെ ഞാനായിട്ട് ചെയ്തതല്ല. ഇവിടെ ഇപ്പോ മറ്റൊരു വഴിയും കാണാത്തത് കൊണ്ടാ അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ആന്റി, ഇതൊക്കെ നാളെ വലിയ വിഷയമാകത്തില്ലേ? വിഷയമാക്കാൻ പോയാലല്ലേ വിഷയമാകൂ. ഇവിടിപ്പോ പരസ്പരം നമ്മൾ മനസ്സിലാക്കിയ പോരെ. എനിക്കിതൊന്നും അത്ര നല്ല ഏർപ്പാടായിട്ട് തോന്നിയിട്ടില്ല. ഒടുവില് ഭാവനയ്ക്കും സൂര്യയ്ക്കും ഈ കുഞ്ഞിന് ബാധ്യത ആവായിരുന്നാ മതി. ലക്ഷണം കണ്ടിട്ട് എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത് സേതു. നിങ്ങൾ ദയവായിട്ട് നെഗറ്റീവായി ചിന്തിക്കരുത്. ആദ്യം സമാധാനത്തോടെ മാനസയുടെ പ്രസവം ഒന്ന് നടക്കട്ടെ. ഞങ്ങളുടെ സംശയം തീർക്കാനാ വന്നത്, അല്ലാതെ പ്രശ്നം ഉണ്ടാക്കാനല്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി ഭാവനയോട് തന്നെ ചോദിച്ചാ മതി. അവളാ മാനസയോട് സൂര്യയോടൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോയത്. ജയ, കാര്യമൊക്കെ ശരി തന്നെ. രേഖാമൂലം ചെയ്യുന്നതൊക്കെ നാളെ തലവേദനയായി മാറില്ലെന്ന് എന്താ ഉറപ്പ്? ഇത് പഴയ കാലമല്ല എങ്ങനെയെങ്കിലും തേച്ചു മാച്ച് കളയാൻ. മാനസ ഇനി പ്രസവിക്കാൻ പോകുന്ന സമയത്ത് ഹോസ്പിറ്റൽ രേഖകളിൽ വരാൻ പോകുന്നത് അമ്മയുടെ പേരിന്റെ സ്ഥാനത്ത് മാനസയുടെ പേരും അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് സൂര്യയുടെ പേരും അല്ലേ? അപ്പൊ പിന്നെ ഭാവനയ്ക്ക് എന്താ സ്ഥാനം? എന്താ ആന്റി, നിങ്ങക്ക് മറുപടി ഇല്ലേ? നമ്മൾ ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് ജയനിർമ്മല ചിന്തിച്ചിട്ടുണ്ടാവില്ല സേതു. ഏതായാലും ഞാൻ പോയൊന്ന് ഭാവന കണ്ടിട്ട് വരാം. ജയ, നിങ്ങൾ ഈ കാണിക്കുന്നത് നിസ്സാരമായിട്ട് കാണണ്ട. അവസാനം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും കയറി ഇറങ്ങാനേ നേരം കാണും. ആന്റി, എനിക്കിനി ഒന്നും പറയാനില്ല. ഭാവന ഒരുപാട് അനുഭവിച്ചതാ. ഇനി അവളുടെ ഭാവിക്ക് എന്തെങ്കിലും കോട്ട സംഭവിച്ചാൽ പിന്നെ ഞാനല്ലാതാവും. ജയ, ഇനിയെങ്കിലും ഭാവനയും സൂര്യ അവരുടെ വഴിക്ക് വിട്ടേക്ക്. ഇല്ലെങ്കിൽ പിന്നെ കയ്യിൽ നിന്നെന്ന് വരില്ല.
ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ജാനകിയോട് ഞങ്ങൾ പുറത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി. ചെയ്തു പടാ. ഭാവന, ആ വല്യമ്മ എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ മാത്രമല്ല, വല്യച്ഛനും സേതു ഒക്കെ വന്നിട്ടുണ്ട്. എന്താ വല്യമ്മ, എന്തേലും വിശേഷമുണ്ടോ? നിനക്ക് എന്താ മോളെ, ഞങ്ങളോടെങ്കിലും സത്യം ഒന്നും പറയാൻ പാടില്ലായിരുന്നോ? വല്യമ്മ എന്തായി പറഞ്ഞു വരുന്നേ? മാനസയുടെ കുഞ്ഞിന്റെ കാര്യം തന്നെയാ. ഇപ്പൊ മറ്റുള്ളവര് പറഞ്ഞിട്ട് വേണം ഞങ്ങൾ സത്യം അറിയാൻ, അല്ലേ? ഞങ്ങൾ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ വരുന്നത്. എന്തിനായിരുന്നു നിങ്ങളുടെ കുഞ്ഞിന്റെ പിതൃത്വം മറ്റൊരാളുടെ തലയെ കൊണ്ട് കെട്ടിവെച്ചത്? വല്യമ്മ, അന്നത്തെ സാഹചര്യം അതായിരുന്നു. അപ്പൊ മാനസയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ടാ കേസാവാതെ രക്ഷപ്പെട്ടത്. ജയനിർമ്മല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നാലും നിന്നോട് ഞങ്ങൾക്ക് ചോദിക്കണമല്ലോ. മാനസയുടെ അച്ഛനും അമ്മയും രണ്ടും കൽപ്പിച്ച പുറത്തുനിന്ന് കളിക്കുന്നത് അതൊരു പ്രശ്നമായ ഞങ്ങളുടെ കാര്യം മാത്രമല്ല വല്യമ്മ, മാനസയുടെ ഭാവിയും പ്രശ്നമാവും. അതൊക്കെ ആദ്യമേ ജയനിർമ്മല ആലോചിക്കണമായിരുന്നു. ഇതെന്താ കുട്ടിക്കളിയാണെന്ന് വിചാരിച്ചോ? ഇതിപ്പോ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവാതിരുന്നാ മതിയായിരുന്നു. ഒന്നും സംഭവിക്കില്ല ജാനകി. ഇനി നമ്മളായിട്ട് ആരോടൊന്നും പറയാതിരുന്നാ മതി. വല്യമ്മ എങ്ങനെ അറിഞ്ഞേ? ഞാൻ മാത്രമല്ല, വീട്ടിലെല്ലാവരും അറിഞ്ഞു. ഭാമയുടെ കൂടെ പഠിച്ചിരുന്ന ഒരു കൂട്ടുകാരി ഭാമയുടെ എല്ലാ വിവരങ്ങളും വിളിച്ചു പറഞ്ഞു. മാനസയെ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലിലെ നേഴ്സാ കുട്ടി. ശ്ശോ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ. നമ്മൾ എത്രയൊക്കെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരും ഭാവന. ഇനി നിന്റെ ഇവിടുത്തെ റോൾ എന്താന്നും കൂടെ അറിഞ്ഞാ മതി. ജാനകി എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, ഓരോന്നറിയുമ്പോഴും കാണുമ്പോഴും പേടി തോന്നുക ജയനിർമ്മലെ, അതുകൊണ്ട് പറഞ്ഞതാ. വല്യമ്മ കരുതുന്ന പോലെ ഒന്നും ഇവിടെ സംഭവിക്കില്ല. എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി വേറെ വിഷയങ്ങളിലേക്ക് പോകാതെ ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ചവിട്ടുകൊണ്ട പാമ്പിനെ പോലെയാ മാനസയുടെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് പോയത്. ഏത് നിമിഷം പകയോടെ തിരിച്ചു വരും. ഇവിടേക്ക് ഇനി വരില്ല ജാനകി. അക്കാര്യം എനിക്ക് വിട്ടേക്ക്. ജയയുടെ ഏട്ടനല്ലേ, അപ്പൊ പിന്നെ വാശിയുടെ കാര്യത്തിൽ പിന്നിലേക്ക് പോകാൻ സാധ്യത കുറവാ. എനിക്കൊന്നേ പറയാനുള്ളൂ ജയ, ഭാവനയ്ക്ക് ഈ വിഷയത്തിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഉണ്ടായാൽ ജയനിർമ്മല സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തതാവും ഇവിടെ നടക്കാൻ പോകുന്നത്. ഇനിയെങ്കിലും ഭാവനയ്ക്ക് സ്വസ്ഥമായ ഒരു ജീവിതം കിട്ടണം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും ഭാവനയ്ക്കൊപ്പം ഉണ്ടാവും.